നമസ്കാരം. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയുടെ പേര് പോലെ തന്നെ ഈ റെസിപ്പിയും വളരെ സ്പെഷ്യൽ ആണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് പാലക്കാടുകാരുടെ പഴയകാല രുചിക്കൂട്ടായ ഉപ്പടമാണ്. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. വഴുതനങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് മണിത്തക്കാളിയോ വെണ്ടയ്ക്കയോ ചുണ്ടയ്ക്കയോ ഒക്കെ എടുക്കാവുന്നതാണ്. വഴുതനങ്ങ കഴിക്കാത്തവർ പോലും ഇങ്ങനെ കറി തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റ് ആണിത്. മാത്രല്ല നമ്മൾ നാളികേരം ഒന്നും അരയ്ക്കുന്നില്ല ഇതിന്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. വഴുതനങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. നമ്മൾ സാമ്പാറിനും തീയലിനും ഒക്കെ മുറിക്കില്ലേ, ആ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്താൽ മതി. അപ്പൊ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇവിടെ അതിനെ മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളകാണ്. പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തെടുക്കണം, നടുവേ മുറിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ 4 പച്ചമുളകും ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പൊ അതിനായിട്ട് ഒരു പാൻ ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. പുഴുക്കലരിയാണ്, അതായത് ചോറ് വെക്കുന്ന അരി. ഏത് മട്ടയരി വേണേലും ചേർക്കാം, വെള്ള അരി വേണേലും ചേർക്കാം. ഞാനിപ്പോ വെള്ള അരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന്റെ കൂട്ടത്തില് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം അരി ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അരി ഇവിടെ ചെറുതായിട്ട് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കൂട്ടത്തില് ഒരു 4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ മസാലയാണ് ഈ കറിക്ക് ഇത്രയും രുചിയും മണവും കൊടുക്കുന്നത്. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് കൂടിപ്പോണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിലിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പൊ തന്നെ അരിയൊക്കെ മൂത്ത് വരുന്നതിന്റെ, അരിയും ഉലുവയൊക്കെ മൂത്ത് വരുന്നതിന്റെ നല്ല മണം വരുന്നുണ്ട്. കിച്ചണിൽ മാത്രമല്ല, വീട് മുഴുവൻ നല്ലൊരു മണമായിട്ടുണ്ട്. അമ്മ എന്താ കുക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ മുകളിൽ നിന്ന് ആൾക്കാർ അടുക്കള വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അരിയും മസാലക്കൂട്ടും ഒക്കെ ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. അത് അവിടെ ഇരുന്ന് തണുത്തിട്ട് വേണം നമുക്കിനി അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അടുത്തതായിട്ട് വേണ്ടത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തില് വാളംപുളിയാണ്. വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിവിടെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ചട്ടി ചൂടായപ്പോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുവാണ്. കടുകൊന്നും താളിക്കുന്നില്ല ഈ സമയത്ത്, നേരെ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഈ സമയത്ത് പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല, വഴുതനങ്ങ തന്നെ നമുക്കതൊന്ന് ഹാഫ് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ ആ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ കഷ്ണങ്ങളിലേക്ക് ആവശ്യമുള്ള ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല. ഈ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളത് ഒത്തിരി കുക്കാകാനും പാടില്ല. ഒത്തിരി കുക്കായി കഴിഞ്ഞാൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. എന്നാൽ അത് ഒരു ഹാഫ് ഫ്രൈ ആയി വരുകയും വേണം. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഹാഫ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കോരി മാറ്റി എടുക്കുവാണേ. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം കോരി മാറ്റിയെടുത്തു. നമ്മൾ വറുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആ ചട്ടി തന്നെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച വാളംപുളി പിഴിഞ്ഞ് അരിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം ചേർത്തു. കൂട്ടത്തില് നമ്മുടെ കറിക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കുവാണ്. ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. ആ കൂട്ടത്തില് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പുളി ഒന്ന് തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇനി കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ ചേർത്ത് കൊടുക്കുവാണ്. വഴുതനങ്ങ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഈ സമയത്തും നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കണം. അതൊന്ന് അവിടെ നിന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൊടിയില്ലേ, അത് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. അരിയുടെ പൊടിയല്ലേ, അപ്പൊ അത് നമ്മൾ അങ്ങനെ തന്നെ കറിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട കെട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് നമ്മളത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചാലിച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് ചാലിച്ചെടുക്കണം. ചാലിച്ച് നമുക്കിവിടെ വയ്ക്കാം.
കറി ചേർക്കുന്നതിന് മുമ്പ് വീണ്ടും നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും. കാരണം അരി ആയതുകൊണ്ട് അത് പെട്ടെന്ന് വെള്ളം വലിഞ്ഞിട്ട് അതങ്ങ് കട്ടിയായി പോകും. അപ്പൊ എന്താണേലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അതൊന്ന് ചാലിച്ചിവിടെ വെക്കുവാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. 4 പച്ചമുളകാണ് എടുത്ത് വെച്ചിരുന്നത്. അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്താൽ മതി. 2ഓ 4ഓ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പോൾ 4 പച്ചമുളക് ഞാനിപ്പോ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി റെഡി ആയിട്ടില്ല, നന്നായിട്ട് ഇത് വേകണം. കഷ്ണങ്ങൾ പകുതിയല്ലേ വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചാലിച്ച് വെച്ചിരുന്ന പൊടിയും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുവാണേ. കറി തീർന്നിട്ടില്ല കേട്ടോ, ഇനിയും ഇതിന്റെ കൂട്ടത്തിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്ത് പോയേക്കരുത്. ഇനിയിപ്പോ മസാലയൊക്കെ നന്നായിട്ട് ഈ കറിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് മിക്സ് ചെയ്തിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കുറുകണം. ഈ സമയത്ത് നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വരും കേട്ടോ. കാരണം നമ്മൾ അരിപ്പൊടിയല്ലേ ചേർത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കറിക്ക് ഇനി തേങ്ങാപ്പാലോ തേങ്ങ അരച്ച് ചേർക്കോ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ കറി നന്നായിട്ട് കുറുകി കിട്ടിക്കോളും. കണ്ടില്ലേ, നമ്മുടെ കറി ഇവിടെ നല്ല തിളച്ച് നല്ല മണവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. ശർക്കരയും പഞ്ചസാരയും നിങ്ങൾക്ക് തീരെ പാടില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അത് ഒഴിവാക്കാതിരിക്കുന്നതാണ് കറിയുടെ ടേസ്റ്റ്. കറിയുടെ ഉപ്പും പുളിയും കവർപ്പും എല്ലാം ബാലൻസ് ചെയ്യും ഈ ശർക്കര ചേർത്ത് കഴിയുമ്പോൾ. അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കടുക് താളിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ചോറിന്റെ കൂട്ടത്തില് കുറച്ച് തൈരും അച്ചാറും ഈ കറിയും ഉണ്ടെങ്കിൽ സ്വർഗമാണ് മക്കളെ. ചോറിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ കറി അപ്പത്തിന്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാറുണ്ട്. നല്ല കിടിലം ടേസ്റ്റ് ആണ് ഈ കറിക്ക്. അപ്പൊ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വഴുതനങ്ങ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഈ കറി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതെന്റെ ഗ്യാരണ്ടിയാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിലും പാലക്കാടൻ ഡിഷുകളെല്ലാം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ പാലക്കാടൻ സീരീസിൽ ഒരു കറിയും കൂടെ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്